परम शांति माँ बाबाजी का कोടി कोടി പ്രണാമം. ബേഹദ് വിശ്വം എത്ര വലുതാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ വിഷയം. ബേഹദ് വിശ്വം പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രഹ്മാണ്ടമത്തെ അല്ല ബേഹദ് വിശ്വം എന്ന് പറയുന്നത്. കാരണം ബേഹദ് വിശ്വം നമ്മുടെ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബ്രഹ്മാണ്ടം ഒരു സൂചി ഒരു കടലാസിൽ കുത്തിയാൽ എത്ര വലിപ്പമുണ്ടോ അത്രയുമേ വലിപ്പമേ നമ്മുടെ ബ്രഹ്മാണ്ടത്തിനുള്ളൂ. ഇതിനേക്കാളും അനന്തകോടി വലിപ്പമുള്ള ബ്രഹ്മാണ്ടം മേലെയുണ്ട്. നമ്മൾക്ക് നമ്മുടെ ബ്രഹ്മാണ്ടം വിട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ബേഹദ് എന്ന് പറയുന്നത്. അതായത് ഇൻഫിനിറ്റ്, അതിരുകൾ ഇല്ലാത്ത ബ്രഹ്മാണ്ടം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ബേഹദ് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മാണ്ടം വിട്ട് ഗാലക്സി തൊട്ട് മൾട്ടിവേഴ്സ് വരെ ബേഹദ്. മൾട്ടിവേഴ്സിൻ്റെ മേലെ ഉള്ള ബേഹദ് അങ്ങനെയാണ് പരം ഗ്യാൻ പറയുന്നത്. കാരണം മേലോട്ട് പോകുന്നുള്ള ബ്രഹ്മാണ്ടം അനന്തകോടി ബ്രഹ്മാണ്ടമുണ്ട്. അപ്പോൾ അതിനെ എന്ത് പറഞ്ഞ് വിളിക്കും? ഇത്ര മൾട്ടിവേഴ്സ്, യൂണിവേഴ്സ്, ഗാലക്സി എന്നെല്ലാം പറയുന്ന സയൻസുകാർ വിളിക്കുന്ന പേരാണ്. ആധ്യാത്മികത്തിൽ വിളിക്കുന്ന പേരല്ല. ആധ്യാത്മികത്തിൽ വിളിക്കുന്നത് ബ്രഹ്മാണ്ടം, മഹാബ്രഹ്മാണ്ടം, പരമഹാബ്രഹ്മാണ്ടം, പരം മഹാബ്രഹ്മാണ്ടം അങ്ങനെയാണ്. പക്ഷേ എത്ര പരം എന്ന് പറയും? അതിനാണ് കല, 100 കല, 10 കല, 20 കല, 35 കല, 40 കല, 50 കല എന്ന് ഓരോരോ ബ്രഹ്മാണ്ടത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് ശിവൻ്റെ പവർ ഒരു കല പവറാണ്. അപ്പോൾ കോടാനുകോടി കലയുള്ള പവറുള്ള ഭഗവാൻ മേലെയുണ്ട്. നമ്മൾ അറിയേണ്ടത് എല്ലാത്തിനും മേലെയുള്ള ആ ഭഗവാന്റെ ആ സോഴ്സാണ്, ആ ശക്തിയാണ്. ആരാണ് ഏറ്റവും മേലെ ഇരിക്കുന്ന പിതാവ്, പരമാത്മാവ് ആരാണ്? അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ഉള്ള ശിവ ഭഗവാനെ കുറിച്ചിട്ടല്ല. നമ്മുടെ പല ബ്രഹ്മാണ്ടങ്ങളിൽ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ നിന്നുള്ള ആത്മാക്കൾ നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും പരം ഗ്യാൻ കേട്ടാൽ മാത്രമാണ് അവർക്ക് ഉണർവ് ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ പരം ഗ്യാൻ കേൾക്കുന്ന സമയത്ത് മനസ്സിലാകുന്നില്ല എങ്കിൽ അവരുടെ മേലെ അനന്തകോടി ജന്മത്തിൻ്റെ കർമ്മബന്ധങ്ങൾ, ആവരണങ്ങൾ മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് ആ അനന്തകോടി ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വന്ന ആത്മാക്കളുടെ ചൈതന്യം പുറത്തേക്ക് വരികയുള്ളൂ. അതിനാണ് ജ്ഞാൻ യോഗ സേവാധാരണ. ഭക്തിയിൽ നിന്ന് ജ്ഞാൻ യോഗത്തിലേക്ക് മാറണം എന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് ജ്ഞാൻ യോഗ സേവാധാരണ. ധാരണ ഒരു മനുഷ്യന് ഉണ്ടായിരിക്കണം. ധാരണ ഇല്ലെങ്കിൽ അവർ എവിടെയും എത്തുകയില്ല. സയൻസുകാർ പറയുന്നത് 150 പ്രകാശവർഷം വരെ യൂണിവേഴ്സ് വിസിബിൾ എന്നാണ് പറയുന്നത്. വിസിബിൾ എന്നാൽ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. സയൻസുകാർ പറയുന്നത് 150 പ്രകാശവർഷം സയൻസുകാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 150 പ്രകാശവർഷം ആധ്യാത്മികത്തിൽ 0 കലയാണ് എന്നറിയുക. 0 കലയാണ്. അതിന് മേലെ അനന്തകോടി കോടി പവർ ഉള്ള ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട്. ഇത് 0 കലയിൽ വരെയാണ് സയൻസുകാർ എത്തി നിൽക്കുന്നത്. അത് ആദ്യം അറിയണം. നമ്മുടെ യൂണിവേഴ്സിൽ
അനന്തകോടി ഗാലക്സികൾ കറങ്ങുന്നുണ്ട്. അനന്തകോടി ഗാലക്സികൾ ചേർന്നതാണ് ഒരു യൂണിവേഴ്സ്. അതുപോലെ അനന്തകോടി സോളാർ സിസ്റ്റം ചേർന്നാണ് ഒരു ഗാലക്സി. അതുപോലെ പരം മഹാബ്രഹ്മാണ്ഡം, അനന്തകോടി യൂണിവേഴ്സ് ചേർന്നാണ് പരം മഹാബ്രഹ്മാണ്ഡം. അങ്ങനെ ഒരുപാട് സൂക്ഷ്മതയിലോട്ട് നമ്മൾ പോകേണ്ടത് അത്യാവശ്യമാണ്. സൂക്ഷ്മതയിലോട്ട് നമ്മൾക്ക് എങ്ങനെ പോകാം എന്ന് വെച്ചാൽ, നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത്, നിത്യം യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സൂക്ഷ്മതയിലോട്ട് നമ്മുടെ ആത്മയുടെ ശക്തി പോകും. സൂക്ഷ്മതയിൽ നിന്ന് സൂക്ഷ്മത, സൂക്ഷ്മതയിൽ നിന്നും അതിസൂക്ഷ്മത, അതിസൂക്ഷ്മതയിൽ നിന്നും അതിസൂക്ഷ്മതയിലോട്ട് യോഗയിൽ ഇരിക്കുന്നവർക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പോയാൽ അതിസൂക്ഷ്മതയിൽ തിരയുന്ന ആ ആത്മചൈതന്യത്തെ തിരയുന്നവർക്ക് അത് തീർച്ചയായും കിട്ടും. കാരണം യോഗയ്ക്ക് അങ്ങനെയുള്ള ഒരു ശക്തിയുണ്ട്. കാരണം യോഗ എന്നാൽ കണക്ഷൻ എന്നാണ്. പരമാത്മയുമായി കണക്ഷൻ ആകണമെങ്കിൽ സൂക്ഷ്മതയിലോട്ട് പോകണം. നമ്മൾക്ക് നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. സൂക്ഷ്മതയിൽ പോയാൽ മാത്രമാണ് നമ്മൾക്ക് ആ ചൈതന്യത്തെ, ആ പവർ സോഴ്സിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഗാലക്സിയുടെ നെയ്ബർ, അതായത് അടുത്തുള്ള ഒരു ആൻഡ്രോമേഡ ഗാലക്സിയിൽ 1000 ബില്യൺ സൂര്യമണ്ഡൽ ഉണ്ട്. ഗാലക്സി വേറെ, ആൻഡ്രോമേഡ ഗാലക്സികൾ വേറെ. ഗാലക്സിയിൽ നിന്ന് ആൻഡ്രോമേഡ ഗാലക്സിയിലോട്ട് പോകാൻ എങ്ങനെ പോകാൻ സാധിക്കും? അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നമ്മുടെ ഗാലക്സിയുടെ സെൻട്രൽ പോയിന്റിൽ ആരാ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മഹാശിവൻ. ഗാലക്സിയുടെ രചയിത മഹാശിവൻ ഗാലക്സിയുടെ സെൻട്രൽ പോയിന്റിൽ ഇരുന്നു കൊണ്ട് 800 അറബ് ബ്രഹ്മാണ്ഡത്തെ നിയന്ത്രിക്കുന്നു. 800 അറബ് സൂര്യമണ്ഡലം ഗാലക്സിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് മഹാസൂര്യൻ ആയ മഹാശിവനാണ്. ഗാലക്സിയുടെ മാലിക്കായ മഹാശിവനാണ് ഈ 800 അറബ് 800 അറബ് സൂര്യമണ്ഡലത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ 800 അറബ് സൂര്യമണ്ഡലത്തെ നിയന്ത്രിക്കണമെങ്കിൽ ആ മഹാശിവനിൻ്റെ പവർ എത്രയായിരിക്കും? സ്വന്തം കൂട്ടിയിടിക്കാതെ ആ പവർ സോഴ്സ് പ്രവർത്തിക്കും. അത്ര പവർ ആണ് മഹാശിവനിൽ ഉള്ളത്. നമ്മുടെ ബ്രഹ്മാണ്ഡത്തിൽ ശിവനുള്ളത് 1 കല പവറാണ്. 1 കല ടു 4 കല പവർ. ഗാലക്സിയുടെ പവർ 8 കല ടു 10 കല പവർ ആണ് ഉള്ളത്. ഗാലക്സിയുടെ മഹാശിവന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ 800 അറബ് ബ്രഹ്മാണ്ഡത്തെ നിയന്ത്രിക്കുന്നത്. ഒരു ഗാലക്സിയുടെ ഗ്രാവിറ്റി 1,00,000 പ്രകാശവർഷം വരെ പോകും. അപ്പോൾ 800 അറബ് സൂര്യമണ്ഡലം ഗാലക്സിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. ഗാലക്സിയുടെ മേലെയും എന്താണ്? ഇത് സയൻസുകാർക്കും അറിഞ്ഞുകൂടാ. യൂണിവേഴ്സിനും 0 കലയുടെ മേലെ എന്താണെന്ന് സയൻസുകാർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ സയൻസുകാരും മൾട്ടിവേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൾട്ടിവേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്
നമ്മുടെ ഭൂമി ഒന്നും തന്നെയല്ല. അത്രയ്ക്ക് ചെറിയ ഒരു കണമാണ് നമ്മുടെ ഭൂമി. നമ്മുടെ ഭൂമി ഒരു സൂയിയുടെ നോക്കിൻ്റെ ബരാബറും കൂടിയില്ല. അത്രയും സൂക്ഷ്മതയുള്ളതാണ് നമ്മുടെ ഭൂമി. നമ്മുടെ ഭൂമിയേക്കാളും അനന്തകോടി വലിയ ബ്രഹ്മാണ്ടം മേലെയുണ്ട്. അത് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അത്രയും നമ്മൾ കാണണമെങ്കിൽ യോഗയിൽ ഇരിക്കണം. യോഗയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് എല്ലാ ബ്രഹ്മാണ്ടത്തെയും ദർശിക്കാൻ സാധിക്കും. കാരണം ദർശിച്ച് അതിലുള്ള വായുമണ്ഡലം എന്താണ്, അതിലുള്ള തത്വം എന്താണ്, അതിലുള്ള ഏത് പ്രകാശമാണ്, എവിടുന്ന് ആത്മാക്കൾ വന്ന് ഇരിക്കുന്നു, അതെല്ലാം യോഗയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നിരന്തരം യോഗ ചെയ്യുന്ന ഒരാൾക്ക് അതിനാണ് പരംജ്ഞാൻ അഭ്യസിക്കണം എന്ന് പറയുന്നത്. അതിന് ദിവ്യദൃഷ്ടി ആവശ്യമാണ്. യോഗ ചെയ്താൽ ദിവ്യദൃഷ്ടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം ദിവ്യദൃഷ്ടി കിട്ടിയാലേ നമ്മൾക്ക് അത് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് നീണ്ടുപോകുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരം ശാന്തി. മാ ബാബുജിക്ക് കോടി കോടി പ്രണാമം.